അതിപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇങ്ങനെ കേൾക്കുന്നതല്ലാതെ നമുക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇന്നലെ അവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീറും മുഖ്യ അതിഥിയായി പങ്കെടുത്തത് വീണ ജോർജുമാണ്. അവിടെ അവതാരകനായി പങ്കെടുത്തിരുന്ന ഒരു വ്യക്തി അല്പം അതിര് കടന്ന സമീപനമാണ് സ്വീകരിച്ചത്. സ്പീക്കർ ഒരു 2-3 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു പ്രസംഗപീഠത്തിനരികിൽ. പ്രസംഗപീഠം വിട്ടുകൊടുക്കാതെ അവതാരകൻ ഇങ്ങനെ അങ്ങ് കയറുകയാണ്. അതിനുശേഷം വീണ ജോർജിനെ അഭിസംബോധന ചെയ്തത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ വിഷമമുള്ള ഒരാളാണ് വീണ ജോർജ് എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളുണ്ടായി. അത് സംബന്ധിച്ച് യോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത്തരം ആങ്കറിങ് നടത്തുന്നതിനകത്തിലെ ചില പെശകുകൾ LDFൻ്റെ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം കോൺഗ്രസ് സംഘടനയുടെ ഒരു നേതാവാണ് എന്നാണ് ഞങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൻ്റെ ഉദ്ഘാടനം കോൺഗ്രസ് ഔദ്യോഗികമായി ബഹിഷ്കരിച്ചതാണ്. ഔദ്യോഗികമായി അവർ ബഹിഷ്കരിച്ചതിന് ശേഷം ഒരു കോൺഗ്രസ് സംഘടനാ പ്രവർത്തകൻ ഇവിടെ വരികയും ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലോ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകത്തക്ക നിലയിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായ പ്രചരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആങ്കർ എന്നതിൽ നിന്നുപരി അയാളുടെ രാഷ്ട്രീയം കളിക്കുമായിരുന്നു അവിടെ ചെയ്തെന്നുള്ളതാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതെ അതെ, അവിടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അവിടെ വെച്ച് മർദ്ദിച്ചു എന്നുള്ളത് അടിസ്ഥാനരഹിതമായ ഒരു പ്രചരണം മാത്രമാണ്. LDF പ്രവർത്തകർ പറഞ്ഞു നിങ്ങൾ ഈ കാണിച്ചത് ശരിയല്ല. ഒരു ആങ്കറിങ് ചെയ്യേണ്ടത് സ്പീച്ചിങ് സ്റ്റാൻഡിന് ഉപയോഗിച്ചാണോ ആങ്കറിങ് നടത്തേണ്ടത്? അത് സൈഡിൽ എവിടെയെങ്കിലും മാറി നിന്ന് വേണം ചെയ്യാൻ. സ്പീക്കർ സംസാരിക്കാൻ വന്നപ്പോൾ 3 മിനിറ്റ് സ്പീക്കർ അവിടെ നിൽക്കുന്നത് കണ്ടതല്ലേ എല്ലാവരും. അതുപോലെ തന്നെ ആദ്യ അവസാനം തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം ആളുകൾക്കിടയിൽ അരോചകമുണ്ടായിട്ടുണ്ട്. അത് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ തന്നെ രാത്രി തന്നെ ഈ വാർത്ത പുറത്തു വരുന്നു. കാരണം ഇത് പ്രത്യേകം പറഞ്ഞാൽ ഈ പരാതി പറയുന്നു എന്ന് പറയുന്ന ആങ്കറിന്റെ ബൈറ്റില്ല, പ്രതികരണമില്ല, പോലീസിൽ FIR കൊടുത്തില്ല, പരാതിയില്ല, ഒരു ദൃശ്യവുമില്ലാതെ മാധ്യമങ്ങളിൽ രാത്രി വാർത്ത വന്നത് ഒരു ഗൂഢാലോചന കൂടിയാണ്. തീർച്ചയായും അതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. ഇപ്പോൾ ഒരാൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അപ്പോൾ തന്നെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്, തൊട്ടടുത്ത് ആശുപത്രിയുണ്ട്. എവിടെ വേണമെങ്കിലും പോയി ഇൻറ്റിമേഷൻ കൊടുത്ത് വേണേൽ പരാതി കൊടുക്കാം. ചാനൽ പ്രവർത്തകർ വൈകുന്നേരം ഉണ്ടായിരുന്നു. ആരോടും അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതേതോ കേന്ദ്രത്തിലിരുന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ടൗൺ സ്ക്വയർ ഉൾപ്പെടെ പത്തനംതിട്ട നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെയും എല്ലാം വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി നടത്തുന്നൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്.